കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SI സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ലോകത്ത് നിലനിന്നിരുന്ന 3 സിസ്റ്റങ്ങൾ പറഞ്ഞു. CGS പറഞ്ഞു, FPS പറഞ്ഞു, അതേപോലെ MKS എന്ന് പറയുന്ന 3 സിസ്റ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. SI സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ SI സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. SI സിസ്റ്റം പ്രകാരം എത്ര ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉണ്ടെന്നാണ് നമ്മൾ, എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. SI സിസ്റ്റം പ്രകാരം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ അവിടെയുണ്ട്. ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ സാർ ഇവിടെ പെട്ടെന്നൊന്ന് എഴുതുന്നു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മാസാണ്. മാസിന്റെ യൂണിറ്റ് SI സിസ്റ്റം പ്രകാരം എന്താണ് മക്കളെ? കിലോഗ്രാം ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ kg ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് മാസാണ്, കിലോഗ്രാം ആണ്, അതിന്റെ റെപ്രസെന്റേഷൻ kg ആണ്. സെക്കൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് അവർ പറയുന്നത് മക്കളെ ലെങ്ത് ആണ്. സെക്കൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് അവർ എടുത്തിരിക്കുന്നത് മക്കളെ മീറ്റർ ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ m ആണ്, മീറ്റർ. മൂന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് അവരെടുത്തിരിക്കുന്നത് മക്കളെ ടൈം ആണ്. കറണ്ടിലുള്ള ടൈം ആണ്. അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, റെപ്രസെന്റേഷൻ s ആണ്. അങ്ങനെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. നാലാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് അവരെടുത്തിരിക്കുന്നത് മക്കളെ കറണ്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയറിന്റെ റെപ്രസെന്റേഷൻ a ആണ്. അഞ്ചാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് അവരെടുത്തിരിക്കുന്നത് മക്കളെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. കെൽവിന്റെ സിമ്പൽ k ആണ്. ആറാമത്തെ എന്ന് പറയുമ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് ആയിട്ട് അവർ പറയുന്നത് കാൻഡിലയാണ്. റെപ്രസെന്റേഷൻ CD ആണ്. ഏഴാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് അവരെടുത്തിരിക്കുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് അവർ മോൾ ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ MOL ആണ്. യെസ്, ഇങ്ങനെ 7 ഫണ്ടമെന്റൽ ഓർമ്മയുണ്ട് നമ്മൾ എഴുതിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് ഓർമ്മയുണ്ട്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഫണ്ടമെന്റൽ എന്നുള്ള ക്വാണ്ടിറ്റികൾ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലോർമ്മിച്ച് വെക്കുക, സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അപ്പോ ഫിസിക്സില് അല്ലെങ്കിൽ സയൻസില് അല്ലെങ്കിൽ ഈ ലോകത്തില് ആകെ കൂടി 7 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ ഉള്ളൂ. അതായത് 7 സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ ഉള്ളൂ. ആ 7 ക്വാണ്ടിറ്റികൾ SI സിസ്റ്റം പ്രകാരം ഫസ്റ്റ് വൺ മാസ് ആണ്. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. റെപ്രസെന്റേഷൻ kg ആണ്. സെക്കൻഡ് വൺ ലെങ്ത് ആണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ സ്മോൾ ലെറ്റർ m ആണ്. മൂന്നാമത്തെ ടൈം ആണ്. ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആണ് മക്കളെ. അതിന്റെ റെപ്രസെന്റേഷൻ s ആണ്. നാലാമത്തെ യൂണിറ്റ് കറണ്ട് ആണ്. കറണ്ട് എന്ന് പറയുമ്പോൾ ആംപിയർ ആണ്. അതിന്റെ യൂണിറ്റ് റെപ്രസെന്റേഷൻ a ആണ്. അഞ്ചാമത്തെ യൂണിറ്റ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ഒന്നല്ല, കെൽവിൻ ആണ്. കെൽവിന്റെ റെപ്രസെന്റേഷൻ k ആണ്. ആറാമത്തെ യൂണിറ്റ് ആണ് നിങ്ങൾ കേൾക്കാത്തത് മക്കളെ, ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ, ഇന്റൻസിറ്റി അറിയാലോ എന്താ ഇന്റൻസിറ്റി എന്ന്? ഇന്റൻസിറ്റി കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, കേട്ടിട്ടുണ്ടാവും. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് റേഡിയേഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് പോലുള്ള ആൾക്കാർ, ലൈറ്റ് തരംഗങ്ങൾ കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സാധനം കേട്ടിട്ടുണ്ടാവും? ഇല്ല, കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടോ മക്കളെ? റേഡിയേഷൻസ്. അപ്പോ ലൈറ്റ് അതേപോലുള്ള റേഡിയേഷൻസിനെ കുറിച്ച് അനുബന്ധിച്ച് വരുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതായത് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിൽ, സാറ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാട്ടോ, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളോട് ചോദിക്കുന്നില്ല, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി സാറ് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഒരു സർഫസില് ഒരു യൂണിറ്റ് സർഫസ്, അതായത് യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഏരിയ സർഫസ് കേട്ടാ, ശ്രദ്ധിച്ചോളൂട്ടാ മക്കളെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു ഏരിയ സർഫസ്, 1 മീറ്റർ സ്ക്വയർ ഏരിയ, അതാണ് 1 യൂണിറ്റ് ഏരിയ സർഫസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സർഫസിലേക്ക് 1 സെക്കൻഡ് സമയം കൊണ്ട് വന്നു വീഴുന്ന റേഡിയേഷൻസിന്റെ എനർജി, അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി എന്ന് വിളിക്കുക കേട്ടോ. ഇന്റൻസിറ്റി. അപ്പൊ എന്താണ് ഇന്റൻസിറ്റി എന്ന് സാറ് വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, നമ്മളത് പഠിക്കുന്നേ ഇല്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഒരു യൂണിറ്റ് ഏരിയ എന്താ മക്കൾ? ഒരു യൂണിറ്റ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല.
ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയർ ഏരിയ എന്നാണ് അർത്ഥം കേട്ടോ. ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയർ ഏരിയ. 1 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് 1 സെക്കൻഡ് കൊണ്ട് കേട്ടോ. 2 കണ്ടീഷൻസ് സാറ് പറഞ്ഞു കേട്ടോ. ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം, അതേപോലെ ടൈം എന്താവണം മക്കളെ, 1 സെക്കൻഡ് ആവണം. അപ്പൊ 1 മീറ്റർ സ്ക്വയർ ഏരിയയിലേക്ക് 1 സെക്കൻഡ് സമയം കൊണ്ട് വന്നു വീഴുന്ന എനർജിയാണ് ഇന്റൻസിറ്റി. വന്നു വീഴുന്ന എനർജിയാണ് ഇന്റൻസിറ്റി കേട്ടോ. ഏത് റേഡിയേഷൻസിന്റെ എനർജി, അതായത് വേവുകളുടെ, അതായത് തരംഗങ്ങളുടെ എനർജി, അതായത് ഇപ്പൊ ലൈറ്റിന്റെ എനർജി അല്ലെങ്കിൽ ലൈറ്റിനെ പോലുള്ള മറ്റു റേഡിയേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, ഗാമ കേട്ടിട്ടില്ലേ? ഗാമ റേഡിയേഷൻസ് കേട്ടിട്ടുണ്ടാ? എക്സ്റേ അതുപോലെ കേട്ടിട്ടുണ്ടാ? യെസ്. അപ്പോ അവരൊക്കെ നമുക്ക് റേഡിയേഷൻസ് നമുക്ക് വിളിക്കാം, എക്സ്റേ റേഡിയേഷൻസ്, അങ്ങനെയൊക്കെ പല ആൾക്കാരെയും നമുക്ക് റേഡിയേഷൻസ് വിളിക്കാം. അപ്പോ അവര് ഒരു സർഫസിൽ, എത്ര ഏരിയ ഉള്ള സർഫസിലാ? യൂണിറ്റ് ഏരിയ ഉള്ള സർഫസിൽ. യൂണിറ്റ് ഏരിയ ഉള്ള സർഫസിൽ 1 സെക്കൻഡ് കൊണ്ട് ആ എനർജി, എത്ര എനർജിയാണ്, അതായത് റേഡിയേഷൻസിന്റെ എത്ര എനർജിയാണ് അവിടെ വന്നു വീഴുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ്. അത്രയുള്ള ഉദ്ദേശങ്ങളോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ആ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇത് കാൻഡില. യൂണിറ്റ് എന്താണ് മക്കളെ? കാൻഡിലയാണ്. അതിന്റെ സിമ്പിൾ എന്താണ്? CD ആണ് കേട്ടോ. സിമ്പിൾ ശ്രദ്ധിക്കുക, ലൂമിനസ് ഇന്റൻസിറ്റി ശ്രദ്ധിക്കുക, കാൻഡില. അപ്പൊ ലൂമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം അല്ലെ? ലൂമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന അർത്ഥം. ലൈറ്റ് ഒരു റേഡിയേഷൻ ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ്. യെസ്. അപ്പോ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അങ്ങനെയും പറയാം കേട്ടോ. ലൈറ്റ് മാത്രമല്ല, മറ്റു കുറച്ച് വേവുകളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാം ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മക്കൾ എന്ത്? ലൂമിനസ് ഇന്റൻസിറ്റി. അടുത്ത എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസിന്റെ അളവ്, അത് പറയാൻ നമ്മൾ കെമിസ്ട്രിയിലെ ഒരു ക്വാണ്ടിറ്റിയാണ്, മോളാണ്. അതിന്റെ യൂണിറ്റ് MOL ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇതാണ് 7 എന്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. കിട്ടിയില്ലേ? കിട്ടിയ മക്കളെ? മാസ്, ലെങ്ത്, ടൈം. മാസ്, ലെങ്ത്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഇതിന് പുറമെ, ഈ 7 എണ്ണത്തിന് പുറമെ, ശ്രദ്ധിച്ച് കേൾക്കട്ടെ സാറ് പറഞ്ഞത്, 7 എണ്ണത്തിന് പുറമെ മറ്റു 2 യൂണിറ്റുകൾ കൂടി SI സിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട്. 7 ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് പുറമെ മറ്റു 2 യൂണിറ്റുകൾ കൂടി ഫിസിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട് മക്കളെ. അതിനെ നമ്മൾ സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് വിളിക്കാം. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സപ്ലിമെന്ററി യൂണിറ്റ്. അപ്പോ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് പുറമെ SI സിസ്റ്റം അംഗീകരിച്ചിട്ടുള്ള സപ്ലിമെന്ററി യൂണിറ്റുകളെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് സപ്ലിമെന്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പത്രത്തിൽ അങ്ങനെ ഒരു സാധനം വരും, സപ്ലിമെന്റ്. കേൾക്കാത്തവരുണ്ടോ? ഞായറാഴ്ച പത്രങ്ങളിൽ സപ്ലിമെന്റ് വരുന്ന ഒരു സാധനം, അത് കണ്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണ്ട. സപ്ലിമെന്റ് എന്നൊരു സാധനം വരും, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്തിനാ ഈ സപ്ലിമെന്റ് എന്ന് പറയുമ്പോ? സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതിലുണ്ടാവുക? ആലോചിച്ച് നോക്കിയേ. സപ്ലിമെന്റ് പേപ്പറിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണോ? അല്ല. വെറുതെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്ന, വായിക്കാൻ സാധിക്കാവുന്ന കുറച്ച് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സപ്ലിമെന്റ് ഉണ്ടാക്കുക. അതൊരു ഗിഫ്റ്റ് പോലെ നിങ്ങൾ വിചാരിച്ചോളണം കേട്ടോ. അത് മെയിൻ സാധനം എന്നല്ല, അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പേപ്പർ വെറുതെ അയച്ചു തരുന്നതാണ് ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞത്. ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോ ഓണമൊക്കെ വരുന്ന സമയത്ത് ഓണം സപ്ലിമെന്റ് ഒക്കെ ഉണ്ടാവും, 2-3 പേരൊക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് പ്രാധാന്യപ്പെട്ടതൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ കിടന്നോട്ടെ എന്ന് വെച്ച് നമുക്ക് അയച്ചു തരുന്നതാണ് ഈ സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ SI സിസ്റ്റത്തിലെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 സപ്ലിമെന്ററി യൂണിറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കാം. വാട്ട് ആർ ദ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റം? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് പുറമെ SI സിസ്റ്റം എന്ത് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. കേട്ടെ, പറയട്ടെ സാറ്, ഏതൊക്കെ ആ 2 സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറയട്ടെ. യെസ്. ആദ്യത്തെ സപ്ലിമെന്ററി യൂണിറ്റ് ആംഗിൾ ആണ്. ആദ്യത്തെ സപ്ലിമെന്ററി യൂണിറ്റ് എന്താണ് മക്കളെ? ആംഗിൾ ആണ് കേട്ടോ. ഫസ്റ്റ് സപ്ലിമെന്ററി യൂണിറ്റ്. ആംഗിള് കേൾക്കാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഇവിടെ ഉണ്ടോ? ആംഗിള് കേൾക്കാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഇവിടെ ഉണ്ടോ?
ഉണ്ടോ? ഇല്ല. രണ്ട് ലൈൻസ് ഒരു പോയിന്റ് മീറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകും, അവർക്കിടയിൽ ഉണ്ടാകുന്നതാണ് ആംഗിൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? യെസ്. അപ്പൊ ആംഗിൾ കേൾക്കാത്ത ഒരു കുട്ടി പോലും ഇവിടെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആംഗിൾ എന്നതിനെയാണ് SI സിസ്റ്റം എന്തായിട്ട് എടുത്തിരിക്കുന്നത് മക്കളെ? സപ്ലിമെന്ററി യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആംഗിളിനെയാണ് SI സിസ്റ്റം എന്തായിട്ട് എടുത്തിരിക്കുന്നത്? സപ്ലിമെന്ററി യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് സപ്ലിമെന്ററി യൂണിറ്റ് ആംഗിൾ ആണ്. ആംഗിളിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾക്ക് വല്ല കേട്ട് പരിചയമുണ്ടോ ആംഗിളിന്റെ യൂണിറ്റ്? യെസ്, ഡിഗ്രി എന്ന് വൈഷ്ണവി പറഞ്ഞു. വൈഷ്ണവി ഡിഗ്രി എന്ന് പറഞ്ഞു. ഇനി വല്ലതും കേട്ട് പരിചയമുണ്ടോ ആംഗിളിന്റെ യൂണിറ്റ്? ആംഗിളിന്റെ യൂണിറ്റ് അറിയോ? യെസ്, പ്രണവ് റേഡിയൻ എന്ന് പറയുന്നുണ്ട്, വിക്ടർ ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. യെസ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഡിഗ്രി നമ്മുടെ യൂണിറ്റ് അല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ സസന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഡിഗ്രി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. നമ്മുടെ SI സിസ്റ്റം പ്രകാരം ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ് കേട്ടോ. SI സിസ്റ്റം പ്രകാരം ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ, ആംഗിളിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? റേഡിയൻ ആണ്. പേടിക്കണ്ട, റേഡിയൻ എന്താണെന്നൊക്കെ സാർ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അപ്പൊ റേഡിയൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ SI സിസ്റ്റം പ്രകാരം ആംഗിളിന് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ റേഡിയൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ SI സിസ്റ്റം പ്രകാരം ആംഗിളിന് കൊടുക്കുന്നത്. സോ സപ്ലിമെന്ററി യൂണിറ്റുള്ള ഒരാളാണ് ആംഗിള്. അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ് മക്കളെ. അതിന്റെ സിമ്പിള് RAD എന്നാണ്. സിമ്പിൾ കേട്ടോ, RAD എന്നാണ് സിമ്പിൾ പറയാ. റേഡിയനിലെ RAD അതാണ് അതിന്റെ സിമ്പിൾ. അപ്പൊ ഫസ്റ്റ് സപ്ലിമെന്ററി യൂണിറ്റ് റേഡിയൻ ആണ്. രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് നമ്മൾ പറയാൻ പോവാണ് സോളിഡ് ആംഗിൾ ആണ്. രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് മക്കൾ എന്താണ്? സോളിഡ് ആംഗിൾ ആണ്. നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും? സോ രണ്ടാമത്തെ സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ സോളിഡ് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു സപ്ലിമെന്ററി യൂണിറ്റ് ആയിട്ട് SI സിസ്റ്റം അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ സോളിഡ് ആംഗിളിന്റെ എന്താണ് സോളിഡ് ആംഗിൾ എന്ന് സാർ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റിനെ കുറിച്ച് പറയാം. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മളെല്ലാം നമ്മുടെ SI സിസ്റ്റം എടുത്തിരിക്കുന്നത് സ്റ്റെറേഡിയൻ ആണ്. കേട്ടോണ്ടാ, സ്റ്റെറേഡിയൻ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ടാമത്തെ ആളാണ് സ്റ്റെറേഡിയൻ. അപ്പൊ പരിചയമില്ലാത്ത കാരണം കൊണ്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് മക്കൾ എന്ത്? സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറേഡിയൻ. കേട്ടോ? ഓക്കെ, അപ്പൊ സ്റ്റെറേഡിയൻ ആണ് സോളിഡ് ആംഗിൾ യൂണിറ്റ്. SR വെച്ചിട്ടാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്. SR ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. സ്റ്റെറേഡിയൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ റെപ്രസെന്റേഷൻ SR എന്നാണ്. സ്റ്റെറേഡിയൻ ആരുടെ യൂണിറ്റ് ആണ്? സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ്. ഇനി സോളിഡ് ആംഗിൾ എന്താണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട് ഇതിനുള്ളിൽ? സോളിഡ് ആംഗിൾ എന്താണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് വെറുതെ കാണാനാ, സാറ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചോദിക്കുന്നതാ. സോളിഡ് ആംഗിൾ എന്താണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? പറയടാ. പ്രണവ്, നിനക്ക് അറിയാതാണോ? ഒരാളുണ്ട്, പ്രണവുണ്ട്. സോളിഡ് ആംഗിൾ എന്താണെന്ന് അറിയാം. ബാക്കി ആർക്കെങ്കിലും അറിയോ സോളിഡ് ആംഗിൾ എന്താണ്? കുഴപ്പമില്ല, പേടിക്കണ്ട. സോളിഡ് ആംഗിൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സാർ എക്സാമ്പിൾ കാണിച്ചു തരാം. സാർ എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ നോക്കിക്കോ. അതായത് ഒരു തണ്ണിമത്തൻ വാങ്ങിക്കുക കേട്ടോ. വളരെ ഭീകരമായിട്ടുള്ള എക്സാമ്പിൾ ആട്ടോ, ഞാൻ ഉണ്ടാക്കിയതാ, ശ്രദ്ധിച്ചോളൂ. ഒരു തണ്ണിമത്തൻ വാങ്ങിക്കുക. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചാ. എന്നിട്ട് ഒരു തണ്ണിമത്തനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കത്തി കൊണ്ട് കത്തി എടുത്തിട്ട് എന്ത് ചെയ്യുക? തണ്ണിമത്തൻ പുറമെ നമ്മൾ ഇങ്ങനെ പകുതി മുറിക്കല്ല ചെയ്യണേ. കത്തി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് പുറത്തേക്ക് വലിച്ചെടുക്കുക. സാർ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ടോ? പകുതിയാക്കി മുറിക്കല്ല ചെയ്യണേ. തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് ഒരു കത്തി അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് വലിച്ചു കൊടുത്തൂടെ? എടുത്തു കൊടുക്കാം. അസ്യൂം ചെയ്താ യെസ്. അങ്ങനെ ഒന്ന് വലിച്ചെടുത്തു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിചാരിക്കുക. അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ തണ്ണിമത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആ നമ്മൾ വലിച്ചെടുത്ത സാധനത്തിന്റെ ഷേപ്പ് ഏകദേശം സാറ് വലിച്ചതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഇങ്ങനെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടാവും. ശരിയാണോ? കാണുന്നുണ്ടല്ലോ, ഒരു 3D ഇഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. യെസ്, ഇങ്ങനെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തണ്ണിമത്തലിൽ നിന്ന് ഒരു കത്തി ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് അവിടുന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് സാധനം കിട്ടും. ഇതാണ് ഗ്രീൻ കളർ തിങ്. ഇവിടെയാണ് നമ്മളെ ഗ്രീൻ കളർ. ഇതെന്തായിരിക്കും? റെഡ് കളർ. നമ്മൾ കഴിക്കാൻ പറ്റുന്ന സാധനമായിരിക്കും റെഡ്. സാറ് പറഞ്ഞ ശ്രദ്ധിക്കട്ട, തണ്ണിമത്തിന്റെ റെഡ് കളർ റീജിയൻ, ഇത് ഗ്രീൻ കളർ റീജിയൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊരു സാധനം കിട്ടും. ശരിയടാ? കിട്ടിയാ? മനസ്സിലായ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ മക്കളെ, ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുക? സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുക.
ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് മക്കളെ സോളിഡ് ആംഗിൾ. അതെന്തുകൊണ്ടാണ് സാർ അതിനെ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കണേ? സാറിന് ആംഗിൾ എന്ന് വിളിച്ചൂടെ? ഒരാൾക്ക് ചോദിക്കാം, സാറിനോട് ചോദിക്കാം, ഇത് എന്തിനാ നമുക്ക് വേറൊരു പേര് സോളിഡ് ആംഗിൾ എന്ന് വിളിക്കണം, നമുക്ക് അതിനെ സാധാരണ ആംഗിൾ എന്ന് വിളിച്ചാൽ മതിയില്ലേ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ മക്കളെ, ഈ സാധാരണ ആംഗിൾ ഉണ്ടാവുന്നത് 2 ലൈൻസ് വെച്ചിട്ടാണ്. സാധാരണ ആംഗിൾ ഉണ്ടാവുന്നത് എത്ര ലൈൻ വെച്ചിട്ടാണ് മക്കളെ? 2 ലൈൻ വെച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? സാധാരണ ആംഗിൾ ഉണ്ടാവുന്നത് 2 ലൈൻസ് ഉള്ളൂ. ഈ 2 ലൈൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഈ സോളിഡ് ആംഗിൾ. ഈ തണ്ണിമത്തന്റെ ഈ ആംഗിൾ ഉണ്ടാക്കുന്നത് 2 ലൈൻസ് വെച്ചിട്ടല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. തണ്ണിമത്തന്റെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഉണ്ടാവുന്നത് 2 ലൈൻസ് വെച്ചിട്ടല്ല. ഇനി സാറ് വേണമെങ്കിൽ ഒന്നുകൂടി കടന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2D 3D എന്നൊക്കെ കേട്ടില്ല? 2D and 3D. അത് കേൾക്കാത്തൊരാരുണ്ടാവില്ലല്ലോ 2D 3D എന്നൊക്കെ. 3D സിനിമ കണ്ടിട്ടും എന്തെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ. 3D സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? യെസ്. 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. യെസ്. ഒരു സാധാരണ ആംഗിൾ വരയ്ക്കുമ്പോ ഈ സാധാരണ ആംഗിൾ എന്ന് പറയുന്നത് 2D ആണ്. കേട്ടോ? 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. അതാണ് ഈ 2D എന്ന് പറയുന്നത്. അപ്പൊ ഒരു 2D മതി, അതായത് 2 ലൈൻസ് മതി. ആ 2 ലൈൻസ് ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അവർ തമ്മിൽ ഉണ്ടാക്കുന്നതാണ് സാധാരണ ആംഗിൾ. അപ്പൊ മക്കളെ, സാധാരണ ആംഗിൾ എന്ന് പറയുമ്പോൾ 2D ആണ്. ഈ സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഒരു ഏത് ഇഫക്റ്റ് ആണ് മക്കളെ? 3D ഇഫക്റ്റ് ആണ്. നിങ്ങൾ അവിടെ കണ്ടാൽ മതി, നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് ഒരു 3D ഇഫക്റ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ശരിയല്ലടാ? യെസ്. അപ്പോ ഇതിനെ നമുക്ക് മറ്റൊരു പേരിന് വിളിക്കണം. അപ്പൊ ഇത് നമ്മുടെ സാധാരണ ഒരു ആംഗിൾ അല്ല കേട്ടോ. അതൊരു മറ്റൊരു പേരിന് വിളിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാധനം വിളിച്ചത് സോളിഡ് ആംഗിൾ എന്ന് വിളിച്ചത് കേട്ടോ. അപ്പൊ സോളിഡ് ആംഗിൾ കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എവിടെയാണെന്ന് അറിയോ? തണ്ണിമത്തന് ഇതേപോലെ എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ റെഡ് കളറുകളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു മീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? സോളിഡ് ആംഗിൾ എന്ന് വിളിക്കണേ. ഇനിയും വേറൊരു എക്സാമ്പിൾ പറഞ്ഞോ സാറ്? പറഞ്ഞുതരാം. ഈ പിരമിഡ് കണ്ടോ? പിരമിഡ് ഉണ്ടാവും. ഈ പിരമിഡിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കൂർത്ത് നിൽക്കണ്ടാവും അല്ലെ? കണ്ടിട്ടില്ലേ? കൂർത്ത് ഇങ്ങനെ നിൽക്കണ്ടാവും. കണ്ടിട്ടുണ്ടാ കുട്ട? യെസ്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 3D 2D ആലോചിച്ച് നോക്ക്. ആ കൂർത്ത് നിൽക്കുന്ന ഭാഗത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2D ആണോ 3D ആണോ? നിങ്ങൾ ആലോചിക്കുക. അത് 3D ആംഗിൾ ആണ്. അപ്പൊ അത് ഏത് ആംഗിളാണ്? സാധാ ആംഗിൾ ആണോ സോളിഡ് ആംഗിൾ ആണോ? അത് ഏത് ആംഗിൾ ആണ്? സാധാ ആംഗിൾ ആണോ സോളിഡ് ആംഗിൾ ആണോ? അത് സോളിഡ് ആംഗിൾ ആണ്. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. സാർ പറയും, സാറിന് അങ്ങനെ എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സാറിന് എപ്പോ എന്നോട് ഒരു കാര്യം കാണിച്ചു തരാം. യെസ്. സാർ നോക്കൂ. എന്താണ്? നോക്കൂ, ഇതൊരു പേപ്പർ കണ്ട? കാണുന്നുണ്ട്. പേപ്പറിൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു മക്കളെ? ഇങ്ങനെ ഒരു കുമ്പിൾ കുത്തി കേട്ടോ. അതായത് നമ്മൾ ഈ കപ്പലിക്കാര് കണ്ടിട്ടില്ലേ? കപ്പലിക്കാര് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയോ? ഒരു കോൺ ഉണ്ടാക്കി. യെസ്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആംഗിൾ ഏതായിരിക്കും? ആലോചിച്ച് പറ. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആംഗിൾ ഏതാ? ആലോചിച്ച് പറ. ഇതിനുള്ളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏത് ആംഗിൾ ആയിരിക്കും? സോളിഡ് ആംഗിൾ ആണോ അതേപോലെ സാധാ ആംഗിൾ ആണോ? സോളിഡ് ആംഗിൾ ആണ് കേട്ടാ. ഇതൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും, ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഒരു കപ്പലണ്ടി പൊതി ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ, കപ്പലണ്ടിയുടെ ഒരു പൊതി, ഇതൊക്കെ കാണാത്തവര് വിരളമാട്ടാ. സാറ് പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഒരു കപ്പലണ്ടി പൊതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി പൊതിയുടെ ഈ കോർണറിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഇതിന്റെ ഉള്ളിലാട്ടാ സാറ്, ഉള്ളിലാണ് ആംഗിൾ ഉണ്ടാവണേ. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 3D ആംഗിൾ ആണ് അല്ലെ? അതാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി സോളിഡ് ആംഗിൾ സാധാ ആംഗിൾ തമ്മിൽ തെറ്റോ? സാധാ ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ലൈൻസ് കൊണ്ട് ഉണ്ടാവുന്ന ആംഗിൾ, 2 ലൈൻസ് മീറ്റ് ചെയ്തുണ്ടാവുന്ന ആംഗിൾ 2D ഇഫക്റ്റ് ഉള്ളോ ഒരു സർഫസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടാ. സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു റിയൽ 3D ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടാ. അതായത് 2 ലൈൻസ് അല്ല, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർഫസ് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പോട്ടെ. അപ്പോ അതാണ് നമ്മുടെ എന്ത്? സോളിഡ് ആംഗിൾ. ക്ലിയർ ആയില്ലേ? ആ 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ 3 എക്സാമ്പിൾസ് മനസ്സിലായില്ലേ? തണ്ണിമത്തന്റെ ഒരു എക്സാമ്പിൾ സാറ് പറഞ്ഞു. 2 പിരമിഡിന്റെ ഏറ്റവും മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ആ കോർണർ, മറ്റേ ടോപ്പ് അപ്പെക്സിൽ വന്ന് നിൽക്കുന്ന ആംഗിൾ സാറ് പറഞ്ഞു. പിന്നെ 3 കപ്പലണ്ടി പൊതിയുടെ ഉള്ളിലുണ്ടാവുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു. ഏത് ആംഗിൾ ആണ്? സോളിഡ് ആംഗിൾ ആണ്. സാധാ ആംഗിൾ ആണെങ്കിൽ 2 ലൈൻസ് ഉണ്ടാവുമ്പോൾ ഇവിടെ ഒരു കുറെ അധികം ലൈൻസ് അല്ലെങ്കിൽ ഒരു സർഫസ് കൂടി ചേർന്നുണ്ടാകുന്ന ആംഗിൾ ആണ് ഈ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ സാർ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ സാധാ ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ലൈൻസ് ഉണ്ടാവുന്നതാ. ഇത് 2 ലൈൻസ് കൂടിച്ചേർന്നു. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിരമിഡില് എന്താണ് കൂടിച്ചേർന്നത്? ലൈനാ കൂടിച്ചേർന്ന സർഫസാ കൂടിച്ചേർന്നത്? നോക്ക് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്ക്. പിരമിഡിന്റെ മുകൾ ഭാഗത്ത് ലൈൻസ് ആണോ കൂടിച്ചേർന്നത് അതോ സർഫസ് ആണോ കൂടിച്ചേർന്നത്? സർഫസാ കൂടിച്ചേർന്നത്. ഈ തണ്ണിമത്തന്റെ ഇവിടെ കൂടിച്ചേർന്ന ലൈൻസ് ആണോ സർഫസ് ആണോ?
സർഫസ് ആണ്, അത്രേ ഉള്ളൂടാ. ദാറ്റ് ഈസ് സോളിഡ് ആംഗിൾ. അതിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? സ്റ്റെറേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ ഒരു ഇക്വേഷൻ സാറ് വെറുതെ എഴുതി തരാം, നിങ്ങൾ നോക്കിക്കോളൂട്ടോ. സോളിഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു ഇങ്ങനൊരു ഇക്വേഷൻ മക്കളെ. സോളിഡ് ആംഗിളിന് ഇതാ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേട്ടാ. ഒരു ഫിഗർ വരച്ചല്ലോ സാർ, തണ്ണിമത്തന്റെ ഫിഗർ വരച്ചാണ്. സോളിഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ, അതായത് ഈ ഏരിയ കണ്ടോ, ഇതാണ് സർഫസ് നമ്മളെ കേട്ടോ. സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ. സർഫസ് ഏരിയ ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ദൂരം റേഡിയസ് അതിന്റെ സ്ക്വയർ. അപ്പോ സർഫസിൽ നിന്ന് സെന്ററിലേക്കുള്ള ദൂരം റേഡിയസ്. ഇതാണ് എന്ത് മക്കളെ? ഇതാണ് നമ്മുടെ സർഫസ്. അപ്പോ സർഫസ് ഡിവൈഡഡ് ബൈ എന്ത്? റേഡിയസിന്റെ സ്ക്വയർ ആണ് ഇത് സോളിഡ് ആംഗിൾ. ക്ലിയർ ആയോ? ഇക്വേഷൻ നോക്കട്ടാ. ഇക്വേഷൻ എന്താണ് സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ നോക്കട്ടാ. സർഫസ് ഡിവൈഡഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ ഈ കുമ്പിൾ കുത്തുമ്പോ ഏതായിരിക്കും സർഫസ്? ആലോചിച്ച് നോക്കണ്ട. ഇങ്ങനെ വെക്കുന്നു. എവിടെയാ സോളിഡ് ആംഗിൾ ഉണ്ടാവണേ മക്കളെ? ഇതിന്റെ ഉള്ളിലാണ് സോളിഡ് ആംഗിൾ ഉണ്ടാവണേ. ഇതാണ് സർഫസ് കേട്ടാ. ഈ സാധനം ഇങ്ങനെ പൊന്തി നിൽക്കണ്ട. യെസ്, ഈ വട്ടമാണ് എന്ത് നമ്മുടെ? പറ. ഈ വട്ടമാണ് നമ്മുടെ എന്ത്? ഈ കൈയിരിക്കുന്ന ഈ ഭാഗമാണ് നമ്മുടെ എന്ത് ഉപയോഗിക്കുന്നത്? എന്തായിട്ട് കൺസിഡർ ചെയ്യണേ? സർഫസ് കണ്ട. കൈയിരിക്കുന്ന ഭാഗമാണ് സർഫസ് ഡിവൈഡഡ് ബൈ ഈ റേഡിയസിന്റെ സ്ക്വയർ. സിമ്പിൾ കേട്ടോ. അതാണ് സോളിഡ് ആംഗിൾ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ സാർ പറഞ്ഞത്? മനസ്സിലാവാത്തുണ്ടോ? നിങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. സാറ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും, വേറെ എക്സാമ്പിൾ എടുക്കും. കുഴപ്പമുണ്ടോ? യെസ്, എഴുതി വെച്ചോ. സോളിഡ് ആംഗിളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചില്ലേ? എഴുതി വെച്ചോ? യെസ്. അപ്പോ എത്ര യൂണിറ്റുകളായി SI സിസ്റ്റം പറയണേ? ഒന്ന് പറഞ്ഞേ. എത്ര യൂണിറ്റുകളായി SI സിസ്റ്റം പറയുന്നത്? ഒന്ന് പറയൂ. എത്ര യൂണിറ്റുകൾ SI സിസ്റ്റം ആണ്? 7 ഫണ്ടമെന്റലും പറഞ്ഞു, 2 ഇതും പറഞ്ഞു, 2 സപ്ലിമെന്ററിയും പറഞ്ഞു. യെസ്, 7 ഫണ്ടമെന്റൽ, 2 സപ്ലിമെന്ററി. ഫണ്ടമെന്റൽ ഏതൊക്കെയാ? മാസ്, ലെങ്ത്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 7. സപ്ലിമെന്ററി ഏതൊക്കെയാ? നമ്മുടെ ആംഗിളും സോളിഡ് ആംഗിളും കേട്ടോ. ആംഗിൾ യൂണിറ്റ് റേഡിയൻ ആണ്, ഡിഗ്രി അല്ല, ശ്രദ്ധിക്കണം, റേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ യൂണിറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ കേട്ട് പരിചയമില്ല, അത് കാരണം ചോദിക്കും. യെസ്, ഓക്കെ. ഇനി സാർ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം? SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം? SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം കേട്ടോ. അടുത്ത ടോപ്പിക്കായിട്ട് എഴുതുക. SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാം എഴുതിയോ? യെസ്, പറയട്ടെ. അഡ്വാൻറ്റേജ് പറയട്ടെ. യെസ്, സാർ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇതൊരു കൊഹറന്റ് സിസ്റ്റമാണ്. ഫസ്റ്റ് വൺ ഈസ് കൊഹറന്റ് സിസ്റ്റം കേട്ടോ. ഫസ്റ്റ് വൺ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കട്ടെ. സാർ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ കൊഹറന്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എഴുതി വെക്കുക. SI സിസ്റ്റത്തിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ പറയാൻ പോകുന്നത് കൊഹറന്റ് സിസ്റ്റം. നമ്മൾ മനസ്സിലാക്കി പഠിക്കണം, ബൈഹാർട്ട് പഠിക്കാൻ ഒരാളോട് ഇരിക്കണ്ട, ഞാൻ പഠിപ്പിക്കില്ല. സോ കൊഹറന്റ് സിസ്റ്റം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ SI സിസ്റ്റം കൊഹറന്റ് ആണ്. എന്താണ് കൊഹറന്റ്? നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും നോക്കാം എന്താ കൊഹറന്റ് നോക്കാം. മക്കളെ നോക്കൂ. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താ? ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണല്ലോ ലെങ്ത്. ആണോ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തന്നെയല്ലേ ലെങ്ത്. ഇത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ സാറിന്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ദൂരാണ്, ലെങ്ത് എന്ന് പറയുമ്പോൾ ദൂരം തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് ഫിസിക്സ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ കേട്ടോ. അപ്പൊ ലെങ്ത് തന്നെയാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നതും ദൂരം തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് പറഞ്ഞ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. എല്ലാവരും പറഞ്ഞോ? യെസ്, മീറ്റർ എന്ന് പറഞ്ഞു. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, യെസ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയണം മക്കളെ. വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലിട്ടാ സാർ. ഇതൊക്കെ
നമ്മൾ പ്ലസ് വണ്ണിൽ വീണ്ടും പഠിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോ മക്കളെ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണല്ലോ. നമ്മൾ അവിടെ എഴുതി ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ടൈമിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആരുടെ യൂണിറ്റ്? വെലോസിറ്റിയുടെ യൂണിറ്റ്. വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ കിട്ടിയേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സാർ ഇക്വേഷൻ ഉണ്ടാക്കിയത്, യൂസ് യുവർ ബ്രെയിൻ. ഇക്വേഷൻ ആണല്ലോ സാർ ഉണ്ടാക്കിയത്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റി യൂണിറ്റ് എന്ത് കിട്ടി മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. ഇനി സാർ ആക്സിലറേഷൻ പറയട്ടെ. ആക്സിലറേഷൻ ഇക്വേഷൻ പറ. നിങ്ങൾ പറടാ, ഞാൻ കാണിച്ചു തരാം. ആക്സിലറേഷൻ ഇക്വേഷൻ പറ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇങ്ങനെ തന്നെയാണോ പഠിച്ചത്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതോ ഇത് കേട്ടിട്ടില്ലേ? ഇത് കേട്ടിട്ടില്ലെങ്കിൽ സാറിനൊന്നും പറയല്ലേ കേട്ടാ. കേട്ടാ, എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? ഒന്നും പറയല്ലേ സാറിന്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ത്വരണം എന്ന് കേട്ടിട്ടുണ്ടോ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. യെസ്, കേട്ടിട്ടുണ്ടാവും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. മക്കളെ വെലോസിറ്റി യൂണിറ്റ് തൊട്ട് മുമ്പിൽ നമ്മൾ എഴുതി വെച്ചു. വെലോസിറ്റി യൂണിറ്റ് നമ്മൾ തൊട്ട് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചാൽ? മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? മീറ്റർ പെർ സെക്കൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സാർ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ യൂണിറ്റ് എഴുതാൻ പോകട്ടോ. വെലോസിറ്റി യൂണിറ്റിന് വരെ സാർ എന്ത് എഴുതും മക്കളെ? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി വരെ സാർ എന്ത് എഴുതി? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിക്ക് പകരം സാർ എന്ത് എഴുതി? മീറ്റർ പെർ സെക്കൻഡ്. ബൈ, ഈ ബൈ ആണ് സാർ എഴുതുന്നത്. ബൈ വീണ്ടും ഒരു ടൈം വന്നിട്ട് അടിയിൽ ഇല്ലേ? കാണുന്നില്ലേ? വേഗം വേഗം റെസ്പോണ്ട് ചെയ്യണം. യെസ്, കാണുന്നില്ലല്ലോ. വീണ്ടും ഒരു ടൈം ഉണ്ട്. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് വീണ്ടും ഒരു സെക്കൻഡാണ്. അപ്പോ മുകളിൽ ഒരു വെലോസിറ്റി ഉണ്ട്, അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഈ ബൈ ആണ് ഇവിടെ എഴുതി വെച്ചാൽ. ബൈ വീണ്ടും ടൈം ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു സെക്കൻഡ് തോന്നുന്നു. അപ്പൊ അത് വരെ മക്കളെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആക്സിലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ആക്സിലറേഷൻ യൂണിറ്റ് എന്താ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? മാസ് ഇൻടു ആക്സിലറേഷൻ. പഠിച്ചിട്ടോ? എഫ് ഈക്വൽ ടു എം എ. പഠിക്കാത്തവരാരും ഇല്ല കേട്ടോ. ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ എന്ന് പഠിക്കാത്തവരുണ്ടോ? ഉണ്ടോ? എഫ് ഈക്വൽ ടു എം എ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ വരിക മക്കളെ? ഫോഴ്സിന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം എന്ന് എഴുതാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. സാറ് എഴുതുന്നതൊക്കെ ശ്രദ്ധിച്ചോണ്ടാ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ എഴുതാം മക്കളെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കേട്ടോ? അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ന്യൂട്ടൺ അല്ലേ എന്ന് ആരും ചോദിച്ചു വരരുത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ എന്ന് ചോദിച്ചു വരരുത്. ആ പ്രണവേ ന്യൂട്ടൺ മീറ്റർ അതായതല്ലേ? ന്യൂട്ടൺ അല്ലേ എന്ന് ചോദിച്ചു വരുന്നത്. ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇതിന് തന്നെ മറ്റൊരു പേരാണ് കേട്ടോ. പ്രണവേ കിട്ടിയടാ? ന്യൂട്ടൺ മീറ്റർ എന്നാണോ എഴുതിയത്? ന്യൂട്ടൺ എന്നാണോ നീ എഴുതിയത്? എവിടെ പ്രണവ്? ആ ന്യൂട്ടൺ മീറ്റർ ഫോഴ്സിന് നമ്മള് ന്യൂട്ടൺ എഴുതാൻ പാടുള്ളൂ. ന്യൂട്ടൺ മീറ്റർ വേറെ ആണ് കേട്ടോ. യെസ്, ഫോഴ്സ് ന്യൂട്ടൺ ആണ് യൂണിറ്റ് പഠിച്ചാണ്. പക്ഷെ ന്യൂട്ടന് ഇതാണ് ശരിക്കും യൂണിറ്റ്. ഇതിന് പകരം ന്യൂട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടാ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വർക്കിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ആലോചിച്ച് പറ. സാർ ഒരു ഇക്വേഷൻ എഴുതി നിർത്താം. വർക്കിന്റെ ഇക്വേഷൻ പറ. വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ പറ. യൂണിറ്റ് അല്ല സാറ് പ്രണവേ? ഇക്വേഷൻ പറയുന്നോട്ടെ. വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. പഠിച്ചിട്ടുണ്ടോ? ആരോട് ചോദിക്കാൻ സാറ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ല. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനെ യൂണിറ്റ് സാർ നേരത്തെ എഴുതുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സിനെ യൂണിറ്റ് സാർ നേരത്തെ എഴുതി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻടു ഡിസ്പ്ലേസ്മെന്റിന് വീണ്ടും ഒരു മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് വീണ്ടും ഒരു മീറ്റർ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനെ നമ്മൾ നേരത്തെ എഴുതുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻടു വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് ഒരു മീറ്റർ വരുമ്പോൾ എന്ത് വരും മക്കളെ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് വർക്കിന്റെ യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ജൂളോ? ജൂള് തന്നെയാടാ. ജൂളും ഇതും സെയിം ആണ് കേട്ടാ. ഇങ്ങനെ വാരി വലിച്ച് എഴുതുന്നതിന് പകരം ജൂൾ എന്ന് കൊടുത്താൽ മതി. ജൂൾ തന്നെയാണ് ഇത്. രണ്ടും സെയിം ആണ് കേട്ടാ. വേറെ വ്യത്യാസമൊന്നുമില്ല. യെസ്, അപ്പൊ സാറ് കുറച്ച് എക്സാമ്പിൾസ് എഴുതി അല്ലെ? സാറ് കുറച്ച് എക്സാമ്പിൾസ് എഴുതി. ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് എഴുതിയത്? വെലോസിറ്റി എന്ന് എഴുതി മീറ്റർ പെർ സെക്കൻഡ് എഴുതിയ മക്കളെ. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് എഴുതി. കണ്ടില്ലേ? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് എഴുതി. ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി. ഇതൊക്കെ ഇക്വേഷനിൽ ഉണ്ടാക്കിയതാട്ടോ സാറ്. ഇക്വേഷനിൽ ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ? ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ? എല്ലാവരും പറയണം.
യെസ്, ഇക്വേഷൻ ആണ് ഉണ്ടാക്കിയത്. സോ ഫസ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാക്കി, പിന്നെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടാക്കി, പിന്നെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടാക്കി, പിന്നെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടാക്കി. അപ്പോ സാറ് കുറച്ച് യൂണിറ്റ് സാർ മാറ്റിയാണ്. യെസ്, കുറച്ച് യൂണിറ്റുകൾ ഉണ്ടാക്കി വെച്ചു. സാർ കുറച്ച് യൂണിറ്റുകൾ ഉണ്ടാക്കി വെച്ചു. ഈ യൂണിറ്റുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാം. ഏട്ടാ, സാർ ഇതിവിടെ എഴുതി വെച്ചതാ ആ യൂണിറ്റുകൾ. എന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. യെസ്, സാർ ആ യൂണിറ്റുകളൊക്കെ എഴുതുന്നു. മക്കളെ, സാറ് വെലോസിറ്റിയുടെ യൂണിറ്റ് സാറിന് എഴുതിയ മീറ്റർ പെർ സെക്കൻഡ് എഴുതി. നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നൂട്ടാ. നിങ്ങൾക്ക് ഇത് എങ്ങനെയാ വന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മീറ്റർ പെർ സെക്കൻഡ് എഴുതി. ആക്സലറേഷന്റെ യൂണിറ്റ് നമ്മൾ എന്താ എഴുതിയ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതി. ആ ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ എന്താ എഴുതിയ? ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതി. വർക്കിന്റെ യൂണിറ്റ് നമ്മൾ എന്താ എഴുതിയ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫോക്കസ് ഓൺ റൈറ്റ് സൈഡ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? യെസ്, പോട്ടെ. ബ്രദറെ, ശ്രദ്ധിക്കും, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒക്കെ ഫണ്ടമെന്റൽ ആണോ? സാർ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് ഫണ്ടമെന്റൽ ആണോ, ഡിറൈവ്ഡ് ആണോ? അത് ആദ്യം പറ. വെലോസിറ്റിയും ആക്സലറേഷനും ഫോഴ്സും വർക്കും എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ? പറ. ഫണ്ടമെന്റൽ ആണോ? ഫണ്ടമെന്റൽ അല്ല, ഡിറൈവ്ഡ് ആണ് അല്ലെ? മക്കളെ, എത്ര ഫണ്ടമെന്റൽ ഉണ്ടോ? എത്ര ഫണ്ടമെന്റൽ ഉണ്ടെന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. എത്ര ഫണ്ടമെന്റലേ ഉള്ളോ? എത്ര ഫണ്ടമെന്റലുള്ളോ? വേമ്പറ, എത്ര ഫണ്ടമെന്റലുള്ളോ? 7 ഫണ്ടമെന്റലുള്ളൂ. 7 ഫണ്ടമെന്റലുള്ളൂ. യെസ്, ഇതിൽ 7 വരാത്തതാ. ഏതൊക്കെയാ? മാസ് ലെങ്ത് ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ്, ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 7 ഫണ്ടമെന്റലുള്ളൂ. വെലോസിറ്റിയും ആക്സിലറേഷനും ഫോഴ്സും വർക്കും ഫണ്ടമെന്റൽ അല്ല, ഡിറൈവ്ഡ് ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതിക്കണം, കണ്ടോ? റൈറ്റ് സൈഡിൽ. എല്ലാവരും എന്റെ കൂടെ വരണ്ട, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് എഴുതിക്കണം, റൈറ്റ് സൈഡിൽ. കണ്ടോ? നിങ്ങൾ കണ്ടോ? യെസ്, കണ്ടു. ഏതൊക്കെ എഴുതിക്കണം? മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് സ്ക്വയർ. മക്കളെ, യൂണിറ്റ് എഴുതാൻ നമ്മൾ യൂസ് ചെയ്ത് കിലോഗ്രാമിനെയും മീറ്ററിനെയും സെക്കൻഡിനെയാണോ? നോക്ക് നിങ്ങൾ. യൂണിറ്റ് എഴുതാൻ ഇവിടെ 4 സാധനത്തിന്റെ യൂണിറ്റ് എഴുതാൻ സാറ് യൂസ് ചെയ്ത് 1 കിലോഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്, സാറ് മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണോ? സാറ് പറയുന്നത് ശരിയാണോ? ശരിയാണ്. അപ്പൊ കിലോഗ്രാമിനെയും മീറ്ററിനെയും സെക്കൻഡിനെയും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇവരുടെയൊക്കെ യൂണിറ്റ് എഴുതുന്നത്. ശരിയാണോ? ഈ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ഏത് യൂണിറ്റാ? ഏത് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് അല്ലേ? കിലോഗ്രാം മാസിന്റെ, മീറ്റർ ലെങ്ത്തിന്റെ, സെക്കൻഡ് ടൈമിന്റെ. അപ്പൊ ഇവർ ഈ യൂണിറ്റുകളൊക്കെ ഏത് യൂണിറ്റുകളാണ് മക്കളെ? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകളാണ് ചോദിക്കണേട്ടാ സാറ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് കേട്ടാ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? ഡിറൈവ്ഡ്. അപ്പൊ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ നമുക്ക് എന്ത് വെച്ച് എഴുതാൻ പറ്റും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ വെച്ച് എഴുതാൻ പറ്റും. ശരിയാണോ സാർ പറഞ്ഞത്? സാറിന്റെ സെന്റൻസ് മനസ്സിലായോ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് എഴുതി. ശരിയാണോ? എങ്ങനെയൊക്കെ ഉപയോഗിച്ചേ? ചില സമയത്ത് ഇൻഡ്യൂ ചെയ്തു, ചില സമയത്ത് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ചെയ്ത്, മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ചെയ്ത്, കിലോഗ്രാം ഇൻറ്റു മീറ്റർ ഇൻഡ്യൂ ചെയ്ത്, കിലോഗ്രാമും മീറ്ററും ഇൻഡ്യൂ ചെയ്തിട്ട് ബൈ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അല്ലടാ, ശരിയാണോ സാർ പറഞ്ഞേ? അപ്പൊ സാർ എന്ത് കൺക്ലൂഡ് ചെയ്യും? സാറ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അതാണ് ആദ്യം വേണ്ടത്. യെസ്. അപ്പോ സാറ് പറയാൻ പോവാണ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, വർക്ക് തുടങ്ങിയവരൊക്കെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. യെസ്, ഡിറൈവ്ഡ് ആണ്. അവരുടെ യൂണിറ്റുകൾ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ വെച്ച് എഴുതി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് വെച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. ശരിയാണോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് വെച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുത്തു.
എങ്ങനെ ഉണ്ടാക്കിയെടുത്തേ? ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ലെ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. യെസ്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഏത് സിസ്റ്റത്തിൽ? അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഏത് സിസ്റ്റത്തിൽ? SI സിസ്റ്റത്തിൽ. സോ ആ കഴിവിനെ പറഞ്ഞ പേരാണ് കൊഹറന്റ്. അതിനെ പറഞ്ഞ പേരാണ് മക്കളെ കൊഹറന്റ്. കേട്ടാ, അതിനെ പറഞ്ഞ പേരാണ് കൊഹറന്റ്. അപ്പൊ എന്താണ് കൊഹറന്റ് എന്നുള്ള വാക്ക് നമ്മൾ അർത്ഥം പറഞ്ഞു വരും. മക്കളെ, കൊഹറന്റ് അല്ലായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സാർ ഇതെന്താണ് സാർ, ഇതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണോ സാറേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുകയാണ്, കൊഹറന്റ് സിസ്റ്റം അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ? കൊഹറന്റ് സിസ്റ്റം അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ? ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിൽ മക്കളെ, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഓരോ യൂണിറ്റ് ബൈഹാർട്ട് ചെയ്യണം. ശരിയല്ലേ? ഓരോന്നിനും ഓരോ യൂണിറ്റ് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. വെലോസിറ്റിക്ക് വേറൊരു യൂണിറ്റ് ബൈഹാർട്ട് ചെയ്യണം, ആക്സലേഷന് വേറെ എന്തോ, ഫോഴ്സിന് വേറെ എന്തോ. കേട്ടോ, അപ്പൊ ഈ ലോകത്തെ എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ അവർക്കൊക്കെ ഓരോ യൂണിറ്റ് ബൈഹാർട്ട് ചെയ്യണം. നടക്കൂടാ? അതിനേക്കാൾ നല്ലതല്ലടാ ഇക്വേഷൻ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കല്. അതിനേക്കാൾ നല്ലതല്ലേ ഇക്വേഷൻ വെച്ച് ഉണ്ടാക്കിയെടുക്കല്. അങ്ങനെ ഇക്വേഷൻ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്ത് പറഞ്ഞുണ്ടാ? അവർ ഏത് സിസ്റ്റം ആയിരുണ്ടാ? SI സിസ്റ്റം ഏതായാലുണ്ടാ? SI സിസ്റ്റം ഏതായാലുണ്ടാ? കൊഹറന്റ് ആയിരുണ്ടാ? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് SI സിസ്റ്റം. സാർ എഴുതാൻ പോണോ? ശ്രദ്ധിച്ചോളൂട്ടാ. സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എഴുതാം, വി ക്യാൻ ഡിറൈവ് ഉണ്ടാക്കിയെടുക്കാം എന്നർത്ഥം. വി ക്യാൻ ഡിറൈവ്, വി ക്യാൻ റൈറ്റ് എന്ന് പറയും. ഡിറൈവ് വേണ്ട. വി ക്യാൻ റൈറ്റ് the units of derived quantity. We can write units of derived quantities just by multiplying or dividing fundamental units. So that is കൊഹറന്റ്. കിട്ടിയില്ലേ? എഴുതി വെച്ചിട്ടുണ്ടോ? ഇതാണ് കൊഹറന്റ് അർത്ഥം. സോ വി ക്യാൻ റൈറ്റ് ദ യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ജസ്റ്റ് ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. എഴുതി കഴിഞ്ഞ സാറോട് പറയണം. രണ്ടാമത്തെ പോയിന്റ് സാർ പറയും. എഴുതി കഴിഞ്ഞ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയം ഉണ്ടോ മക്കളെ ആർക്കെങ്കിലും? ഏതെങ്കിലും ഒരു കുട്ടിക്ക് സംശയം ഉണ്ടോ? ഇല്ല. യെസ്. അപ്പൊ സാർ അടുത്തേക്ക് പോട്ടെ. യെസ്, കൊഹറന്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് സാറ് നോക്കിയാണ് കേട്ടോ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് SI സിസ്റ്റം റാഷണൽ ആണ് എന്നാണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, SI സിസ്റ്റം ഈസ് റാഷണൽ. SI സിസ്റ്റം ഈസ് റാഷണൽ. SI സിസ്റ്റം റാഷണൽ ആണ്. പറയട്ടെ സാറ്, എന്താണ് അർത്ഥം എന്ന് പറയട്ടെ? എന്താണ് റാഷണൽ സിസ്റ്റം? യെസ്, പറയാം മക്കളെ. എനർജിയുടെ യൂണിറ്റ് എന്താ? സാർ ജസ്റ്റ് അറിയാൻ, നിങ്ങൾക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. എനർജിയുടെ യൂണിറ്റ് എന്താ? പോയാ പ്രണവേ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടാണോ നീ ഉദ്ദേശിച്ചത്? വാട്ടാണോ ഉദ്ദേശിച്ചത്? വർക്കിന്റെ യൂണിറ്റ് ആണെന്ന് ഉദ്ദേശിച്ചാണ് അല്ലെ? വർക്കിന്റെ യൂണിറ്റ് എന്താ? പറ, വർക്കിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് പറ. ജൂളാണ്. യെസ്, ജൂളാണ്. യെസ്, ജൂൾ. കറക്റ്റ്. എനർജിയുടെ യൂണിറ്റും തന്നെയാണ് കേട്ടോ, ജൂൾ തന്നെയാണ് കേട്ടോ. എനർജിയുടെ യൂണിറ്റും ജൂൾ തന്നെയാണ്. അപ്പൊ രണ്ടും ഒരേ യൂണിറ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം മക്കളെ. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്താ? കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്താ? കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂളാണോ? കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ആവും. യെസ്, ആവും. യെസ്, ജൂൾ ആണെന്ന് പറയുന്നുണ്ട്. യെസ്. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് എന്താ? പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് അതും ജൂൾ ആവാം കേട്ടോ. ലൈറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താ? സൗണ്ട് എനർജിയുടെ യൂണിറ്റ് എന്താ? ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താ? യെസ് മക്കളെ, നോക്കുവോ, എല്ലാ ടൈപ്പ് എനർജികളുടെയും യൂണിറ്റ് ജൂളാണ് കേട്ടോ. എല്ലാ ടൈപ്പ് എനർജികളുടെയും യൂണിറ്റ് ജൂളാണ്.
അതൊരു പ്രത്യേകതയാണത് കേട്ടോ. ഇപ്പൊ എനർജിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചു, ജൂൾ ആണെങ്കിൽ എല്ലാ ടൈപ്പ് എനർജിയും ജൂളാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, വേവ് എനർജി, ഏതെടുത്താലും ജൂളാണ്. ഗുണല്ലടാ അത് ഗുണല്ലേ? അത് ഗുണമാണോ? എല്ലാ ടൈപ്പ് എനർജികൾക്കും ഒരേ യൂണിറ്റ് വരുന്ന ഗുണല്ലേ? യെസ്, അതാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ സാറ് ചോദിക്കട്ടെ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടനാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. എല്ലാ ടൈപ്പ് ഫോഴ്സും ന്യൂട്ടനാണ്. എല്ലാ ടൈപ്പ് ഫോഴ്സും ന്യൂട്ടനാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ന്യൂട്ടനാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോട്ടാ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ന്യൂട്ടനാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് ന്യൂട്ടനാണ് കേട്ടോ. വിസ്കസ് ഫോഴ്സ് അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ന്യൂട്ടനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, രണ്ട് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാവില്ലേ, അതിന്റെ ഫോഴ്സ് ന്യൂട്ടനാണ്. അപ്പോ എല്ലാ ഫോഴ്സുകൾക്കും ന്യൂട്ടനാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദാറ്റ് അഡ്വാൻറ്റേജ് ഇസ് നോൺ ആസ് ദ സിസ്റ്റം ഈസ് റാഷണൽ. It has only one unit for given physical quantity. That is rational. കേട്ടോ. ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചോളോ. എല്ലാ ടൈപ്പ് എനർജിക്കും ജൂളാണ്, അങ്ങനെ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഫോഴ്സിനും ന്യൂട്ടനാണ് എന്ന് എഴുതി വെച്ചോളൂട്ടാ, മനസ്സിലാവാൻ വേണ്ടി. റാഷണൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാൻ വേണ്ടി എഴുതി വയ്ക്കുക. എല്ലാ ടൈപ്പ് എനർജിക്കും ജൂളാണ്, എല്ലാ ടൈപ്പ് ഫോഴ്സുകൾക്കും തന്നെയാണ് മക്കളെ ന്യൂട്ടനാണ്. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. റാഷണൽ സിസ്റ്റം ആണ് SI സിസ്റ്റം. അപ്പൊ എത്ര അഡ്വാൻറ്റേജ് ആയി നമ്മൾ പറഞ്ഞു? മെമ്പറ യെസ്, രണ്ടെണ്ണായി. കൊഹറന്റ്, റാഷണൽ. മനസ്സിലാവാത്തുണ്ടോ മക്കളെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നമ്മൾ അടുത്തേക്ക് പോട്ടെ. അടുത്ത പറയട്ടെ. യെസ്, അടുത്ത SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് മെട്രിക് സിസ്റ്റമാണ്. SI സിസ്റ്റം ഈസ് മെട്രിക്. തേർഡ് വൺ, SI സിസ്റ്റം ഈസ് മെട്രിക്. മെട്രിക് ആണ് SI സിസ്റ്റം. എന്താണ് മെട്രിക് എന്നുള്ള വാക്ക്? മക്കളെ നോക്കൂ, സാർ പറഞ്ഞുതരാം. കേൾക്കല്ലേ? നമുക്ക് റെഡിയായില്ലേ? നിങ്ങൾ റെഡിയായില്ലേ? യെസ്, മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റികളെ, മക്കളെ വലിയ ക്വാണ്ടിറ്റികളെ നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വലിയ ക്വാണ്ടിറ്റികളെ നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ SI സിസ്റ്റത്തിന്റെ ബേസ് കിടക്കുന്നത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. അതിനെയാണ് നമ്മൾ ഈ മെട്രിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കിലോമീറ്റർ അല്ലെ? കിലോമീറ്റർ കേട്ടുണ്ടോ? കിലോമീറ്റർ കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് ആണ് കിലോമീറ്റർ അല്ലെ? യെസ്. അതിന് ഈ കിലോ എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ? 10⁻³ എന്നാണ്. 1000 എന്നാണ് അർത്ഥം. അല്ലടാ മക്കളെ? യെസ്. കിലോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? 1000 എന്നാണ് അർത്ഥം. 1000 മീറ്റർ ആണ് കിലോമീറ്റർ. ശ്രദ്ധിച്ച മക്കളെ, 1000 മീറ്റർ ആണ് എന്ത്? കിലോമീറ്റർ. ക്ലിയർ ആണല്ലേ? അപ്പൊ വലിയ ക്വാണ്ടിറ്റികളെ, കുറച്ചുകൂടി വലിയ ബൾക്കായിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10ന്റെ പവർ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലെ ചെറിയ ആൾക്കാരെ ഇതേപോലെ 10ന്റെ പവർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മില്ലിഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മില്ലിഗ്രാം എന്ന് നിങ്ങൾ കേൾക്കാത്തവരാരുമില്ല. ഈ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോയിട്ട് മില്ലിഗ്രാം എന്നൊക്കെ ഇങ്ങനെ വെറുതെ കേട്ടിട്ടുണ്ടാവും. യെസ്, മില്ലി. മക്കളെ മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? 1/1000 എന്നാണ് അർത്ഥം. മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? 1/1000. അതൊക്കെ സാർ പഠിപ്പിച്ചതാ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം സാർ കേട്ടോ. മില്ലി എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? മില്ലിഗ്രാം, മില്ലിമീറ്റർ, മില്ലിമീറ്റർ കേട്ടോ? യെസ്, മില്ലിമീറ്റർ. അപ്പൊ മില്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം മക്കളെ? 1/1000 എന്നർത്ഥം. അപ്പൊ ചെറിയ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ 10ന്റെ മൾട്ടിപ്പിൾസ് തന്നെ എടുത്തേ അല്ലെ? 10ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു. വലിയ ആൾക്കാരെയും പറയാം നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. സോ വലിയ ആൾക്കാരെയും ചെറിയ ആൾക്കാരെയും നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏത് സിസ്റ്റത്തിൽ? SI സിസ്റ്റത്തിൽ. അതാണ് മക്കളെ മെട്രിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണല്ലോ? സാർ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ ആണല്ലേ? യെസ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. വലിയ ക്വാണ്ടിറ്റികളെ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. വലിയ ക്വാണ്ടിറ്റികളെ 10ന്റെ മൾട്ടിപ്പിൾസ് 1000, 10⁶, 10⁹, 10⁻², അതൊക്കെ സാറ് പഠിപ്പിച്ചതാ എങ്ങനെയൊക്കെയാണ് മൾട്ടിപ്ലൈസ്. ഇനി ചെറിയ ക്വാണ്ടിറ്റികളെ നമുക്ക് സബ് മൾട്ടിപ്പിൾസ് ആയിട്ട് എടുക്കാം. 1/10⁻3, അതായത് 10⁻⁻3, 10⁻⁻6, 10⁻10. അപ്പോ ചെറുതിനെയും വലുതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? വി ക്യാൻ റെപ്രസെന്റ് large and small quantities. We can represent large and small quantities by using multiples and submultiples of 10. Submultiples of power of 10. Power of 10. ഇതാണ് മെട്രിക് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ. മനസ്സിലായെന്ന് വിചാരിക്കട്ടെ സാർ. വലിയ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ മൾട്ടിപ്പിൾസ് ഓഫ് 10 യൂസ് ചെയ്യാം. ചെറിയ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ സബ് മൾട്ടിപ്പിൾസ് ഓഫ് 10 യൂസ് ചെയ്യാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. SI സിസ്റ്റം ഈസ് മെട്രിക് സിസ്റ്റം. ഓക്കെ, യെസ്. ഈ പോയിന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അടുത്തൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് ഉണ്ട് ഞാൻ ക്ലിയർ ആയി ക്രിസ്റ്റൽ ആയിട്ട് മനസ്സിലാവും നമുക്ക് ഈ പോയിന്റ് എന്താണ്, മെട്രിക് പോയിന്റ് കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, സാറ് പറഞ്ഞുതരാം. അപ്പൊ വലിയ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ 10ന്റെ പവർ യൂസ് ചെയ്യാം, ചെറിയ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ 10ന്റെ പവർ യൂസ് ചെയ്യാം കേട്ടോ. അതാണ് അതിന്റെ പ്രത്യേകത മെട്രിക് സിസ്റ്റം. ആൻഡ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഈസ് ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ. അത് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആണ് SI സിസ്റ്റം. ദ ഫോർത്ത് അഡ്വാൻറ്റേജ് ഓഫ് SI സിസ്റ്റം ഈസ് ഇറ്റ് ഈസ് ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ കേട്ടോ. അപ്പൊ മക്കളെ എത്ര അഡ്വാൻറ്റേജ് പറഞ്ഞു SI സിസ്റ്റത്തിന്? എത്ര? 4. കൊഹറന്റ്, മെട്രിക്, റേഷണൽ ആൻഡ് ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ. ഡൗട്ട് ഉണ്ടോ സാറെന്ന് പറഞ്ഞതില്? അഡ്വാൻറ്റേജ് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? അഡ്വാൻറ്റേജ് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. യെസ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പോട്ടെ മക്കളെ. മെട്രിക്, കൊഹറന്റ്, റാഷണൽ ഇതൊക്കെ നോക്കിയിട്ടാ ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ. ഓക്കെ, പോവാടാ. യെസ്, അടുത്ത ടോപ്പിക് എഴുതാം. അബ്രിവിയേഷൻസ് ഓഫ് പവേഴ്സ് ഓഫ് 10. ഹെഡിങ് എഴുതാം. ഏതേ പറയുന്നുണ്ടോ? അബ്രിവിയേഷൻസ് ഓഫ് പവേഴ്സ് ഓഫ് 10. യെസ്, എഴുതിയല്ലേ? ഓക്കെ, സാറ് മാറ്റട്ടെ. ഇത് മാറ്റിയാണ്, ഹെഡിങ് മാറ്റുന്നുണ്ട്. യെസ്. അപ്പൊ സാറ് തൊട്ട് മുമ്പേ പറഞ്ഞു മെട്രിക് സിസ്റ്റം ആണെന്ന് പറഞ്ഞു SI. ഈ മെട്രിക് ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10ന്റെ പവറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വലിയ വലിയ ആൾക്കാരെ നമുക്ക് 10ന്റെ പവറുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുന്നത് സാറ് നേരത്തെ പറഞ്ഞതാണ് അല്ലെ? 10ന്റെ പവറുകളായിട്ട് എഴുതാൻ പറ്റും. ആ 10ന്റെ പവറുകൾക്ക് ചില പേരുകളുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ആ 10ന്റെ പവറുകൾക്ക് നമ്മൾ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ വലിയ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 10ന്റെ പവറുകൾ യൂസ് ചെയ്യുമെന്ന് നമ്മൾ SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജിൽ ഒന്നായിട്ട് നമ്മൾ പഠിച്ചു. SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജിൽ ഒന്നാണ് 10ന്റെ പവറുകളായിട്ട് നമ്മൾ വലിയ ആൾക്കാരെ യൂസ് ചെയ്യും. അപ്പൊ ആ 10ന്റെ പവറുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ 10ന്റെ പവറുകൾ നമ്മൾ കുറച്ച് പേര് പറയും. ആ പേരുകൾ ഒന്ന് പരിചയപ്പെടുത്തുക. അതാണ് അബ്രിവിയേഷൻസ് ഓഫ് പവർ ഓഫ് 10 എന്നുള്ള രീതിയിൽ നമ്മൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ വലിയ ആൾക്കാരെ ആദ്യം പരിചയപ്പെടാം. ഓക്കെ, യെസ്, വലിയ വലിയ ആൾക്കാരെ പറയും. അപ്പൊ ആദ്യം എഴുതിക്കോളൂ മക്കളെ. 10⁻1. 10⁻1. 10⁻1നെയാണ് നമ്മൾ ഡെക്ക എന്ന് പറഞ്ഞ പേര് വിളിക്കുക. മക്കളെ 10⁻1 എന്ന് പറയുമ്പോൾ 10 ആണ് കേട്ടോ. 10⁻1 എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം? 10⁻1 എന്ന് പറയുമ്പോൾ 10 ആണ്. സാധാരണ പറയാം 10⁻1 എന്ന് പറയുമ്പോൾ 10 ആണ്. ഈ 10നെ നമ്മൾ ഡെക്ക എന്ന പേര് വിളിക്കും. അപ്പൊ ഡെക്കാമീറ്റർ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം. ഡെക്കാമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണ് അർത്ഥം? ഡെക്കാമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണ് അർത്ഥം? 10 മീറ്റർ എന്നർത്ഥം. ഈ 10 പറയുന്ന വാക്കാണ് ഈ ഡെക്ക
കേട്ടോ. അപ്പൊ ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. ഡെക്ക സെക്കൻഡ്സ് ഒന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഉണ്ടാവും ഡെക്ക സെക്കൻഡ്സിൽ? വേണ്ട 10 സെക്കൻഡ് ഉണ്ടാവും കേട്ടോ. അപ്പൊ 10 എന്ന് പറയുന്ന സാധനത്തിനാണ് ഡെക്ക. ഇനി 10⁻². മക്കളെ 10⁻² എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10⁻² എന്ന് പറയുമ്പോൾ 100 എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ? 100. 100ന് നമ്മൾ പറയുന്ന പേരാണ് ഹെക്ടോ. ഹെക്ടോ. ഹെക്ടോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്ററാണ് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഹെക്ടോമീറ്റർ എന്ന് പറയുന്നത് 100 മീറ്ററാണ് കേട്ടോ. അപ്പൊ 100 എന്നുള്ള വാക്കാണ് ഈ ഹെക്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹെക്ടോ. 10⁻³ എന്ന് പറയുമ്പോൾ 1000. മക്കളെ 1000 നമ്മൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് കിലോ. 1000 നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് കിലോ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കിലോ എന്നാണ്. കിലോമീറ്റർ 1000 മീറ്റർ, കിലോഗ്രാം 1000 ഗ്രാം. ഓക്കെ. സോ നമ്മൾ ഇതുവരെ കേട്ട് പഠിച്ചിട്ടുള്ള ഈ കിലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയോ ഈ കിലോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? 1000 എന്നർത്ഥം കേട്ടോ. നമ്മൾക്കത് അറിയില്ല ചിലപ്പോ. അപ്പൊ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ വന്നാലുണ്ടാ കിലോമീറ്റർ എന്ന് വിളിക്കണേ. 1000 മീറ്റർ വന്നാലുണ്ടാ കിലോമീറ്റർ എന്ന് വിളിക്കണേ. 1000 ഗ്രാം വന്നാലുണ്ടാ കിലോ ഗ്രാം എന്ന് പറഞ്ഞു വിളിക്കുന്നത്, കിലോഗ്രാം എന്ന് പറഞ്ഞു വിളിക്കുന്നത്. യെസ്, അതാണ്. അപ്പോ 10⁻³ നമ്മൾ 1000 എന്ന് വിളിക്കും. ഇനി 10⁻6. 10⁻6 അങ്ങനെ 10⁻6 എന്ന് പറയുമ്പോ 1 കേട്ടോ 6 0 കേട്ടോ. കണ്ടാ കുറച്ചുകൂടി വലുതാണ്. 10 ലക്ഷം. 10⁻6 എന്ന് പറയുമ്പോ 10 lakh എന്നാണ്. 10⁻6. 10⁻6 എന്ത് പേരാ വിളിക്കുക? 10⁻6 എന്ത് പേരാ വിളിക്കുക? അപ്പൊ ആലോചിച്ച് പറഞ്ഞേ. അങ്ങനെയൊന്നും ചോദിക്കരുത് സാർ അല്ലെ. 10⁻6 എന്ത് പേരാ വിളിക്കുക? നിങ്ങൾക്ക് അറിയില്ല. അറിയോടാ ആർക്കെങ്കിലും 10⁻6 അയ്യോ അങ്ങനെ പറയരുത്. മെഗാ എന്നാ വിളിക്കുക. മെഗാ. 10⁻6 നമ്മൾ എന്താ വിളിക്കുക മക്കളെ? മെഗാ കേട്ടോ. 10⁻6 മെഗാ. 10⁻6 എന്ന് പറയുമ്പോഴാ ഒരാൾ അതിനുള്ളിൽ എന്തൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ. 10⁻³ 1000 ആണ് കിലോ കേട്ടാ. 1000 ആണ് എന്ത്? കിലോ. എല്ലാവരും ശ്രദ്ധിക്കട്ടാ. 1000 ആണ് കിലോ. 10⁻³ ഇവിടേക്ക് വന്നപ്പോ 10⁻6 ആയിട്ടാ. എന്ന് പറയുമ്പോ 3 പൂജ്യം കൂടി ചേർന്നിട്ടോ മക്കളെ. 3 പൂജ്യം കൂടി ചേർന്നു. അപ്പോ 10⁻³ 10⁻³ ആണ് കിലോ. 10⁻6 എന്ന് പറയുമ്പോ വീണ്ടും ഒരു 3 പൂജ്യം കൂടി ചേർന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോ 10⁻6 എന്ന് പറയുമ്പോ എത്ര കിലോകൾ ഉണ്ടാവും? ആലോചിച്ച് പറ. എത്ര കിലോകൾ ഉണ്ടാവും? എത്ര ആയിരങ്ങൾ ഉണ്ടാവും 10⁻6? നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ. എത്ര ആയിരങ്ങൾ ഉണ്ടാവും 10⁻6? അങ്ങനെ ചോദിക്കരുത് സാർ. വൈഷ്ണവി 2000 നീ മെഗാന്നാണ് വിളിക്കുക. എത്ര ആയിരങ്ങൾ ഉണ്ടെന്നാണ് ചോദിക്കണം മക്കളെ. 10⁻. പൊന്നു മക്കളെ 10⁻6 എന്ന് പറയുമ്പോ 10 ലക്ഷം എഴുതി. 10 ലക്ഷത്തിന് എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത കുട്ടികളാ നിങ്ങള്. 10 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട്? 1000 ആയിരങ്ങളുണ്ട് അല്ലെ? 10 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട്? 1000 ആയിരങ്ങളുണ്ട് 10 ലക്ഷത്തിൽ. യൂസ് യുവർ ബ്രെയിൻ. യെസ്. അപ്പൊ 10⁻6 എന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു കുട്ടി അവിടെ കമന്റ് ഇട്ടുണ്ടായിരുന്നു 10⁻6. ഞാൻ അവനെ ഇതാക്കുമെന്നല്ലട്ടാ, അവരങ്ങനെ കമന്റ് ഇട്ടാറുണ്ടോ ഞാനിങ്ങനെ പറയാൻ തോന്നിയത്. 10⁻6 എന്ന് പറയുമ്പോ 10 കിലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആരോ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ആരത് 10 കിലോ എന്ന് എഴുതിയത്? കേട്ടോ. അപ്പൊ അവർക്ക് തെറ്റ് മനസ്സിലാവണം. 10 കിലോ. വിക്ടറെ തെറ്റ് മനസ്സിലാക്കണം കേട്ടോ. 10 കിലോ അല്ല 1000 കിലോ ആണ്. കാരണം ഇവിടെ 3 പൂജ്യം കൂടിയിടാ കുട്ടാ. നോക്കടാ. 10⁻³ എത്രയാ? 3 പൂജ്യം ഉണ്ടായിരുന്നല്ലോ. ഇത് 10⁻6 ആയി മാറി. 3 പൂജ്യം കൂടണേ കേട്ടോ. 10ന്റെ മുകളില് 3 എന്നുള്ളത് 6 എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? 3 പൂജ്യം കൂടുന്നു. 3 പൂജ്യം കൂടെ പറയുമ്പോ 1000 ഇരട്ടിയാവും എന്നർത്ഥം കേട്ടോ. സാറ് പറഞ്ഞ മനസ്സിലായ? 1000 ഇരട്ടിയാവും എന്നാണ് അർത്ഥം. അപ്പൊ 10⁻6 എന്ന് പറയുമ്പോ എന്താണ് മക്കളെ? 1000 ആയിരങ്ങളുണ്ട്. അതായത് 10⁻6 1 6 പൂജ്യം അതിനെ പറഞ്ഞ പേരാണ് മെഗാ. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കിലോ ബൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? കിലോ ബൈറ്റ് കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. കിലോ ബൈറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. മെഗാ ബൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? MB എന്ന് കേൾക്കാത്തവർ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവരൊക്കെ MB എന്ന് കേട്ടിട്ടുണ്ടാവും. മെഗാ ബൈറ്റ് M കേട്ടോ. അപ്പൊ കിലോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പണ്ട് അതെ കിലോ ബൈറ്റുകൾ കൂടി ചേർന്നിട്ടാണ് MB ഉണ്ടാവുക. അപ്പൊ 1000 കിലോ ബൈറ്റ് ആണ് ഒരു MB കേട്ടോ. 1000 കിലോ ബൈറ്റ് ആണ് ഒരു MB. ക്ലിയർ ആകണം മക്കളെ.
ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1000 MB ചേർന്ന് എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ വാല്യൂ അറിയാം. 1000 MB കൂടി ചേർന്ന് എന്ത് കിട്ടും? നിങ്ങൾ നെറ്റ് ഓഫർ ചെയ്യുന്നതാ. യെസ്, അതെ, ജിഗ, GB. 1 GB നെറ്റ്, 2 GB നെറ്റ്. ഇപ്പൊ നമുക്കറിയാലോ 2 GB, 3 GB, 4 GB നെറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ 1 GB എന്ന് പറയുമ്പോ എത്രയാ? 1000 ആണ് അല്ലെ? യെസ്. അപ്പൊ സാറ് ഇരുന്നു വീണ്ടും 1000 കൂട്ടുന്നു. 1000 കൂട്ടുന്ന പറയുമ്പോ 10⁻6 എന്നുള്ള എന്തായി മാറി? മക്കളെ 9 ആയി മാറി. കേട്ടാ മക്കളെ? നോക്കടാ വിക്ടറെ കൂട്ടാ നോക്ക്. 10⁻6 എന്തായി മാറി? 10⁻9 ആയിട്ട് മാറി. എത്ര പൂജ്യം കയറി ഉണ്ടാവും? എത്ര പൂജ്യം കയറി ഉണ്ടാവും? 3 പൂജ്യം കയറി ഉണ്ടാവും. ശരിയല്ലേ? 3 പൂജ്യം എന്ന് പറയുമ്പോ 1000 ഇരട്ടി. അപ്പൊ 1000 ജിഗ എന്നാണ് അർത്ഥം. 10⁻9 1000 ജിഗ അല്ല, 1000 മെഗ കൂടി ചേർത്ത് എത്ര വരും മക്കളെ? 1000 മെഗ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 1000 മെഗ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കരുത് സാർ. യെസ്, ജിഗ. അതാണ് 10⁻9. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയം ഉണ്ടോ? എനിബഡി? ഇല്ല. വീണ്ടും 1000 കൂടി കൂട്ടി നമ്മൾ. വീണ്ടും 1000. 10⁻12. അവരെ ജിഗ കഴിഞ്ഞ നിങ്ങളിപ്പോ പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ജിഗ കഴിഞ്ഞ അടുത്തത് എന്താണ് മക്കളെ? ടെറ. 1000 GB ആണ് ഒരു ടെറ. ഓരോ സ്റ്റെപ്പിലും 1000 കൂടി വരും കേട്ടാ. ജിഗ 1000 GB ആണ് ഒരു ടെറ. നിങ്ങൾ എന്തിരൻ എന്നുള്ള സിനിമ ഉണ്ടാ? എന്തിരൻ സിനിമയില് നമ്മുടെ രജനീകാന്ത് റോബോട്ടിന്റെ ഫസ്റ്റ് എന്തിരൻ സിനിമയില് രജനീകാന്ത് റോബോട്ടിന്റെ മെമ്മറി പറയുന്ന ഒരു ഭാഗം ഉണ്ട്. അവരുടെ സ്പെസിഫിക്കേഷൻസ് പറയുന്ന ഒരു ഭാഗത്തിൽ ടെറാബൈറ്റ് ആണ് മെമ്മറി. ഇത്ര ടെറാബൈറ്റ്. ഇപ്പോ സാധാരണ കോമൺ ആയി തുടങ്ങി. ഇന്ന് വരെ ഒരു പേപ്പറിൽ, ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ ഒരു ലാപ്ടോപ്പിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിന്റെ ഒരു ആഡ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോയി നോക്കി നോക്കിയേ. ലാപ്ടോപ്പിന്റെ ആഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1 TB എന്നൊക്കെ എഴുതി കാണുന്നുണ്ടാവും. 1 TB അത് അതിന്റെ റാമാണ്. റോമാണ്. സോറി, റാം അല്ല, റോമാണ്. യെസ്. അപ്പൊ അതിന്റെ ഉള്ളിൽ മെമ്മറിയാണ് എന്ത് മക്കളെ? 1 TB എന്ന് പറയുന്നത്. കേട്ടോ? അപ്പോ TB എന്ന് പറയുമ്പോ 1000 ജിഗ. ക്ലിയർ ആയിട്ടോ മക്കളെ? ക്ലിയർ ആയി? അപ്പൊ എവിടെ നിന്ന് തുടങ്ങി നോക്കട്ടാ? ഡെക്ക 10, 100 വന്നപ്പോ ഹെക്ടോ, 1000 വന്നപ്പോ കിലോ, പിന്നെ 1000 വെച്ചാ കൂടണേ. കിലോ കഴിഞ്ഞാൽ വീണ്ടും 1000 കൂടിയപ്പോ എന്ത് വന്നു? 1000 ഇരട്ടിട്ടാ. 1000 ഇരട്ടിയായപ്പോ എന്ത് വന്നു മക്കളെ? കിലോ കഴിഞ്ഞാൽ മെഗ വന്നു. മെഗയുടെ 1000 ഇരട്ടി വന്നപ്പോ ജിഗ വന്നു. ജിഗയുടെ 1000 ഇരട്ടി വന്നപ്പോ എന്ത് വന്നു മക്കളെ? ടെറ വന്നു. ഇപ്പൊ നമുക്ക് ടെറ വരെ. ഇനി വീണ്ടും ഒരു 1000 ടെറ, വീണ്ടും ഒരു 1000 കൂടി കൂട്ടുന്നു സാർ. എവിടെ എന്താ വരുന്നേ? ആലോചിച്ചു പറ സാർ. വായിക്കാം. ഇവിടെ എന്താ വരിക? 10⁻2. ഇനി അടുത്ത എന്താ വരുന്ന മക്കളെ? 10⁻12 വരുന്നു. ഇനി എന്താ? 10⁻2 പറയടാ കുട്ടാ. യെസ്, 10⁻15 എന്ന് പറയുമ്പോ എത്ര? 10⁻15 എന്ന് പറയുമ്പോ എത്ര? ടെറയുടെ എത്ര ഇരട്ടി? ടെറയുടെ എത്ര ഇരട്ടി? 1000 ഇരട്ടി എന്നാണ് പറയുന്നത്. ടെറയുടെ 1000 ഇരട്ടി. മക്കളെ അതിനെയാണ് നമ്മൾ പെറ്റ എന്ന് വിളിക്കുന്നത്. പെറ്റ എഴുതിട്ടാ. 10⁻15 ഈസ് പെറ്റ. എഴുതിയ പെറ്റ. ഓക്കെ, പെറ്റ. യെസ്. ഇനി അടുത്തത് 10⁻18. വീണ്ടും 1000 കൂട്ടി. 10⁻18 വീണ്ടും 1000 കൂട്ടി. അപ്പൊ 10⁻18 എത്ര പെറ്റിയുണ്ട്? ആലോചിച്ചു. 10⁻18 എത്ര പെറ്റിയുണ്ട് മക്കളെ? എത്ര പെറ്റിയുണ്ടാ 10⁻18? യെസ്, 1000 കൂടി കൂട്ടി. 1000 പെറ്റിയുണ്ട്. അതിനെ നമ്മള് എക്സാ. ക്ലിയർ ആയോ? യെസ്. കേട്ടോ? അപ്പൊ ഒന്ന് നോക്കി പറഞ്ഞോ. 10 നമ്മൾ എന്താ പറയാ? ഡെക്ക അല്ലെ? 10 ഡെക്ക. കേട്ടോ? അതിന്റെ സിമ്പിൾ നമ്മൾ എഴുതിയില്ലാന്നുണ്ടല്ലേ? അതിന്റെ സിമ്പിൾസ് എഴുതി വെച്ചാ. നിങ്ങൾ എഴുതിക്കോ, സൈഡിൽ എഴുതിക്കോ. സാർ ഇവിടെ അത് വിട്ടുപോയതാണ്. സിമ്പിൾസ് എഴുതിക്കോ. ഡെക്കയുടെ സിമ്പിൾ DA എന്നാണ് അർത്ഥം. ഡെക്കയുടെ സൈഡിൽ എഴുതിട്ടാ. ഡെക്കയുടെ സിമ്പിൾ DA. അപ്പൊ ഡെക്ക എന്താണ് മക്കളെ? DA. ഓക്കെ, യെസ്. 100 വരുമ്പോ എന്തായിരുന്നു പറഞ്ഞത്? 100 വരുമ്പോ നിങ്ങൾ DA എഴുതണം കേട്ടോ. സാർ എഴുതിയിട്ടില്ലേ? DA നിങ്ങൾ എഴുതണം. ഡെക്കയുടെ സൈഡിൽ എഴുതിയ DA എന്ന് എല്ലാവരും എഴുതിയ. ഇനി പറഞ്ഞോ, 100 വരുമ്പോ എന്തായിരുന്നു? ഹെക്ടോന്റെ സിമ്പിള് H.
ഹെക്ടറിന്റെ സൈഡിൽ എഴുതിക്കോ, ഹെക്ടറിന്റെ സിമ്പിൾ എച്ച്. കിലോ കിലോന്റെ സിമ്പിൾ എന്നോട് ചോദിക്കരുത്, കിലോന്റെ സിമ്പിൾ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. കിലോ 1000 വരുമ്പോ എന്തായിരുന്നു? കിലോ ആയിരുന്നു. കിലോന്റെ സിമ്പിൾ എന്താ? കിലോഗ്രാം എന്നൊക്കെ എഴുതി പഠിച്ചിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് കിലോന്റെ സിമ്പിൾ കെ ആണ്. യെസ്, കെ ആണ്. കിലോന്റെ സിമ്പിൾ കെ ആണ്. കിലോ കഴിഞ്ഞു. അടുത്തത് എന്താണ് മക്കളെ? 10⁶. മെഗാ. മെഗയുടെ സിമ്പിൾ നിങ്ങൾ ചോദിക്കരുത്. മെഗാബൈറ്റ് എങ്ങനെ എഴുതാന്ന് നിങ്ങൾക്കറിയാം. മെഗാബൈറ്റില് MB എന്നാണ് നമ്മൾ എഴുതാറ്. ഓർമ്മയുണ്ട? MB. സോ വാട്ട് ഈസ് ദി സിമ്പിൾ ഓഫ് മെഗാ? മെഗയുടെ സിമ്പിൾ എന്താണ് മക്കളെ? M. കേട്ടോ, മെഗയുടെ സിമ്പിൾ M. ജിഗയുടെ സിമ്പിൾ എന്താ എഴുതണം മക്കളെ? നിങ്ങൾ GB എന്ന് എഴുതുമ്പോ ജിഗ ഫോർ ജി. യെസ്, ജി ഫോർ ജിഗ. ടെറയുടെ സിമ്പിൾ എന്താ എഴുതാം? ടെറ, TB എന്നാണ് എഴുതാറ്. ടെറയുടെ സിമ്പിൾ TB. അടുത്ത പെറ്റയുടെ എന്താ എഴുതണ്ടാവാ? P. ഹെക്സയുടെ എന്താ എഴുതണ്ടാവാ? E. ഓക്കെ, സിമ്പിൾസ് കിട്ടിയില്ലേ? കിട്ടണം മക്കളെ. യെസ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ വലിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞ, ചെറിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞ. ഓക്കെ, ഇതിപ്പോ വലിയൊരു കാര്യം പറഞ്ഞ, ചെറിയൊരു കാര്യം പറഞ്ഞ. വലിയൊരു കാര്യമാണ് പറഞ്ഞ, ചെറിയൊരു കാര്യമാണ് പറഞ്ഞ. നമ്മളിപ്പോ വലിയ ആൾക്കാരെ, ഇനി ആരെങ്കിലും ഉണ്ട് ചെറിയ ആൾക്കാരോട് കാര്യം പറയാറ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ ആൾക്കാരാണ് നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാർ. ചെറിയ ആൾക്കാരാണ്. അപ്പൊ ചെറിയ ആൾക്കാരുടെ കാര്യം പറയാം. സമയമായോ? നമുക്ക് ആയോ? സമയമായോ? എത്ര മണി? ചെറിയ കാര്യം പറഞ്ഞിട്ട് പോവാം അല്ലെ? പറഞ്ഞിട്ട് പോവാം. ചെറിയ ആൾക്കാരോട് പറഞ്ഞിട്ട് പോവാം. യെസ്, അതല്ലെങ്കിൽ ബാക്കി നിർത്തണ്ട, അത് ബുദ്ധിമുട്ടായിരിക്കും. യെസ്, ചെറിയ ആൾക്കാർ കേട്ടോ. പകരം 10⁻⁻1 ആദ്യം നമ്മൾ പറ. 10⁻⁻1 പറ. 10⁻⁻1. ഈ -1 എഴുതുമ്പോ എന്താർത്ഥം എന്ന് പറയും മക്കളെ? എത്ര പേർക്ക് അറിയാം? 10⁻⁻1 എഴുതുമ്പോ അർത്ഥം 1/10 എന്നർത്ഥം. 10⁻⁻1 എന്ന് പറയുമ്പോൾ എന്താർത്ഥം? 1/10. കൂടെ ചെയ്ത, കുറേ ചെയ്ത, ചെറിയാവ ചെയ്ത, വലുതാവ ചെയ്ത. പറഞ്ഞേ, വലുതാവ ചെയ്ത, ചെറുതാവ ചെയ്ത, ചെറുതായി. 10⁻⁻1 എന്ന് പറയുമ്പോൾ 1/10. അതിന്റെ പേരെന്താ പറയോ? ഡെസി. അതിന്റെ പേര് പറയോ? ഡെസി. മറ്റേത് ഡെക്കാട്ടാ, തെറ്റിക്കല്ലേട്ടാ. ഡെസിയും ഡെക്കയും തമ്മിൽ തെറ്റിക്കല്ലേ? യെസ്, ഡെസി. ഓക്കെ, ഇവന്റെ പേര് ഡെസി. സിമ്പിള് D എന്നട്ടാ. സിമ്പിള് D. മറ്റൊരു സിമ്പിള് DA. ഇവന്റെ സിമ്പിള് D. ഓക്കെ, യെസ്, ഡെസി. 10⁻². നിങ്ങൾക്കറിയാം 1/100. 1/100 നിങ്ങൾ കേട്ടിട്ടുള്ളതാട്ടോ. 1/100 കേട്ടിട്ടുള്ള. ഒരു മീറ്ററിനെ 100 ഭാഗമാക്കി മാറ്റി ഒരു ഭാഗം എത്രയാ? ചോദിക്കട്ടെ, ഒരു മീറ്ററിനെ 100 ഭാഗമാക്കി മാറ്റിയാൽ ഒരു ഭാഗം എത്രയാ? 1/100. ദാറ്റ് ഈസ് സെന്റി. സെന്റി എന്നാണ് വിളിക്കുക. സെന്റി. അപ്പൊ 1/100 ആണ് സെന്റി. സെന്റിമീറ്റർ 1/100 എന്ന് പറയാം. സെന്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ, സെന്റി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാ? സെന്റി സെക്കൻഡ് നിങ്ങൾക്ക് പറയാൻ പറ്റും നോക്കട്ടെ. നിങ്ങൾ ആ സെന്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായി നോക്കട്ടെ. സെന്റി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്രയാ? 100. വൈഷ്ണവിയെ 100 സെക്കൻഡ് എന്നാണ് സെന്റി. അപ്പൊ ഹെക്ടോ സെക്കൻഡ് എന്തിനാ? യെസ്, തെറ്റിതാന്ന് വിചാരിക്കണോ? ടൈപ്പ് ചെയ്തപ്പോ തെറ്റിതാന്ന് വിചാരിക്കണോട്ടാ. 100 ഇരട്ടി എന്ന് പറയുമ്പോ ഹെക്ടോ ആണ്. 1/100 ആണ് സെന്റിട്ടാ. തെറ്റിക്കോ? യെസ്. 10⁻³ എന്താ മക്കളെ? 1/1000. 10⁻³ ഇത് നമ്മൾ കേട്ടാവും. 10⁻³ ഒരു മീറ്ററിനെ 1000 ഭാഗമാക്കി മാറ്റിയില്ല ഒരു ഭാഗം. ഒരു മീറ്ററിനെ, യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് മില്ലി. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇറ്റ് ഈസ് നോൺ ആസ് മില്ലി. റെപ്രസെന്റേഷൻ M. മില്ലി റെപ്രസെന്റേഷൻ M. കിട്ടിയ? യെസ്, മില്ലി. ഇനി 10⁻⁻6. 10⁻⁻6 എന്താർത്ഥം മക്കളെ? 10⁻⁻6 അർത്ഥം എന്താ? 1/1 എത്ര? 0. 1 ഇട്ടിട്ട് എത്ര? 0. 1/1 ഇട്ടിട്ട് 6 അല്ലടാ, ചെറുതാവാശിയാട്ടാ. ചെറുതാവാശിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കട്ടാ. 10⁻⁻6 1/1 ഇട്ടിട്ട് 6 ശരിയല്ലേ? അത് 3 0 ആരോ ഒരാൾ 3 0 എന്ന് എഴുതിയ പോലെ എനിക്ക് തോന്നിയില്ല. 3 0 6 0 ആ പറയടാ. 6 0 കേട്ടാ, 6 ആണ് കേട്ടാ. 1000-ലാണ് 3 0. ഓക്കെ. യെസ്.
അപ്പോ 10⁻�6 മക്കളെ പറഞ്ഞ പേര് മൈക്രോ എന്നാണ്. ശ്രദ്ധിക്കണോട്ടാ, മൈക്രോ. റെപ്രസെന്റേഷൻ മ്യൂ എന്നാണ്. ശ്രദ്ധിച്ചോട്ടാ, ചെറിയ അളവുകൾ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോ എന്നാണ് പേര് വിളിക്കുക, മ്യൂ ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. മ്യൂ കേട്ടോ. എല്ലാവർക്കും ആ സിമ്പിൾ ഇടാൻ അറിയാമെന്ന് വിചാരിക്കും കേട്ടോ. ഇതാണ് സിമ്പിൾ മ്യൂ. ഓക്കെ, മൈക്രോ എഴുതിടാ മക്കളെ. 10⁻⁹ വീണ്ടും ചെറുതാക്കാൻ പോകണ്ട. മൈക്രോ ആംപിയർ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മൈക്രോ ആംപിയർ. യെസ്, 10⁻�6നെയാണ് ഈ മൈക്രോ എന്ന് വിളിക്കുന്നത്. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും? 10⁻�6. കേട്ടാ 10⁻�6നെയാണ് നമ്മൾ മൈക്രോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. ഇനി അടുത്ത വരാം നമുക്ക് 10⁻⁹ വീണ്ടും ചെറുതാക്കി 10⁻⁹ എന്താർത്ഥം? 1/, എന്നിട്ട് എന്താർത്ഥം? 1/. 10⁻⁹ ആണ് കേട്ടോ. 1/, എന്നിട്ട് എത്ര പൂജ്യം ഇടണം? എത്ര പൂജ്യം ഇടണം? 9 പൂജ്യം ഇടണം. വീണ്ടും ചെറുതാവണം ചെയ്യണം മക്കളെ. 9 പൂജ്യം ഇടണം. അതാണ് 1/, അല്ല 10⁻⁹. 10⁻⁹ പറഞ്ഞ പേര് നാനോ. 10⁻⁹ പറഞ്ഞ പേര് നാനോ. ഓക്കെ, 10⁻⁹ നാനോ. റെപ്രസെന്റേഷൻ n ആണ് മക്കളെ. റെപ്രസെന്റേഷൻ n ആണ്. അപ്പൊ നാനോ എന്ന് പറയുമ്പോൾ 10⁻⁹. ഇനി 10⁻⁻12. 10⁻⁻12 വീണ്ടും ചെറുതാവാണ്. 1/, എന്നിട്ട് എത്ര പൂജ്യം? 1/, എന്നിട്ട് എത്ര പൂജ്യമാണ്? 1/, എന്നിട്ട് 12 പൂജ്യം കേട്ടോ. 10⁻⁻12 അതിനാണ് നമ്മൾ പറഞ്ഞ പേരാണ് പൈക്കോ. പി ആണ് റെപ്രസെന്റേഷൻ. പൈക്കോട്ടാ, പേര് ശ്രദ്ധിച്ചോളൂ, പൈക്കോ. അപ്പൊ 10⁻⁹ നാനോ, 10⁻12 പൈക്കോ. ഓക്കെ, ഇനി 10⁻15 പറ മക്കളെ. 10⁻15 1/, എന്നിട്ട് എത്ര പൂജ്യം? 1/, എന്നിട്ട് എത്ര പൂജ്യം? 15 പൂജ്യം. യെസ്, 1/, എന്നിട്ട് 15 പൂജ്യം. ഇറ്റ് ഈസ് നോൺ ആസ് ഫെംറ്റോ. കേട്ടോ, ഫെംറ്റോ. എന്നിട്ട് 1/, എന്നിട്ട് 15 പൂജ്യം. 10⁻15 ഫെംറ്റോ. കേട്ടോ. ദെൻ അവസാനത്തെ 10⁻8 അറ്റോ. 10⁻18 8 അല്ല 18. 10⁻18 atom. Clear? 10⁻18 atom. Okay? Yes. അപ്പൊ സാറ് പറയട്ടെ, ഡെസി, സെന്റി, മില്ലി. 10⁻1 ഡെസി, 10⁻2 സെന്റി, 10⁻3 മില്ലി, 10⁻6 മൈക്രോ, മ്യൂ ആണ് റെപ്രസെന്റേഷൻ. 10⁻9 നാനോ, n. 10⁻12 പൈക്കോ, 10⁻12 പൈക്കോ, പി. 10⁻15 ഫെംറ്റോ, എഫ്. 10⁻18 അറ്റോ, എ. ഓക്കെ, യെസ്. ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം എന്നാണ് അതിന്റെ ഇത് പഠിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പൈക്കോലൊക്കെ തരിക, പൈക്കോല് തരും, നാനോലൊക്കെ തരും. അപ്പൊ നാനോ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 10⁻9 ആണ് നാനോ എന്നൊക്കെ അറിയണം, അത്രേ ഉള്ളൂ. അത് ബൈ ഹാർട്ട് പഠിക്കണമെന്നല്ല പറഞ്ഞേ, ബൈ പ്രാക്ടീസ് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ മില്ലി എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്, സെന്റി എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്, അതേപോലെ തന്നെ മൈക്രോയും നാനോയും പൈക്കോയും വരും കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, വെറുതെ ഒന്ന് വായിച്ചു വിടുക. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ മക്കളെ. ക്ലിയർ ആയില്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഒന്ന് വായിച്ചിരിക്കണം, എന്നിട്ട് പഠിക്കുക. പറ്റാവുന്നതൊക്കെ ബൈഹാർട്ട് പഠിക്കാനല്ല, വെറുതെ വായിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ പിന്നെ പതുക്കെ വന്നോളും. 10⁻12 പൈക്കോന്നൊക്കെ പതുക്കെ വന്നോളും കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ്, ടൈം, അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ ഡയമെൻഷനിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. SI സിസ്റ്റത്തിന്റെ 2 യൂണിറ്റുകൾ സപ്ലിമെന്ററി എന്ന് പഠിപ്പിച്ചു, സോളിഡ് ആംഗിളും മറ്റേ സാധാ ആംഗിളും. സോളിഡ് ആംഗിൾ മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ 3 എക്സാമ്പിൾ മനസ്സിൽ വെക്കാട്ടോ സോളിഡ് ആംഗിൾ. പിന്നെ SI സിസ്റ്റത്തിന്റെ 4 ഗുണങ്ങൾ പറഞ്ഞു: മെട്രിക്, റാഷണല്, പിന്നെ കൊഹറന്റ്, പിന്നെ ഇന്റർനാഷണൽ ആക്സെപ്റ്റബിൾ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് അബ്രിവേഷൻസ് ഓഫ് ടൈം പറഞ്ഞു, വലുതും പറഞ്ഞു, ചെറുതും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ വായിച്ചു